ഒട്ടും വെയിറ്റില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് സാംസങ്ങിൻ്റെ Z Fold 8ഉം Z Fold Ultra'യും. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന മെയിൻ സാധനം Z Fold 8 ആണ്. കാരണം അതിൻ്റെ സ്ക്രീൻ സൈസ് ഒരു സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സ് ചെയ്യാം ഫസ്റ്റ്. ഇതൊരു ചെറിയ സ്ക്വയർ ടൈപ്പാണ്, കണ്ടാൽ മനസ്സിലാവും. കൊള്ളാമല്ലേ സംഭവം? കാണാൻ നല്ല ഫിനിഷിംഗ് ആണ്. അത് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴും നല്ല ലുക്കാണ്. ഒരു പ്രീമിയം ടച്ച് ഉണ്ട് ഈ ഫോണിന്. നൈസ് അല്ലേ കാണാൻ? ഇതിലൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ട് വീഡിയോ കാണിച്ചു തരാം. ഇത് ഭയങ്കര സ്ലിമ്മായിട്ട്, ഏതൊരു USB-C പോർട്ടിൻ്റെ അത്രയുള്ള ഇതിന് കനം. ഈ രണ്ടാമത് നോക്കിയേ ഒരു USB-C പോർട്ടിൻ്റെ അത്രയുള്ള ഇതിന് രണ്ടിൻ്റെയും സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് സ്ലിമ്മാണ് നോക്കിയേ. ഇത് ഒട്ടും വെയിറ്റില്ല, ഭയങ്കര അത്ഭുതമാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ് എല്ലാം ഞാൻ കാണിക്കാം. രണ്ട് ക്യാമറയും 50 MB മെഗാപിക്സലാണ്. പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൻ്റെ 888 Gen 5 ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടും 10 MB ആണ്. ഇന്നർ വന്നിട്ടും 10 MB ആണ്. രണ്ടും 10 MB സെൽഫി ക്യാമറ ആണ് വരുന്നത് കേട്ടോ. ബാറ്ററിയെ പറ്റി പറയുവാണെങ്കിൽ 4800 mAh ബാറ്ററിയാണ് ഈ മൊബൈൽ ഫോണിൽ അടങ്ങിയിരിക്കുന്നത്. 45 വാൾട്ടിൻ്റെ വയേർഡും 25 വാൾട്ടിൻ്റെ വയർലെസ് ചാർജർ കണക്ടിവിറ്റിയാണ് നമുക്ക് ഈ മൊബൈൽസിൽ ഉണ്ടായിട്ടുള്ളത്. പ്രൈസ് വന്നിട്ട് 12GB 2x6 വന്നിട്ട് 180, അതായത് 179,999 അതാണ് വരുന്നത് കേട്ടോ. പിന്നെ 12GB 512GB ആണെങ്കിൽ 2 lakhs അതാണ് പ്രൈസ് വരുന്നത്. 16GB 1TB ഒരു മോഡൽ വേരിയൻ്റ് വന്നിട്ട് 2,40,000. EMI നോക്കുന്നവർക്കായിട്ട് 30 മാസത്തെ EMI ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് EMI വരുന്നവർക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ 9,000 രൂപ അതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാംസങ് കഫേയിൽ പോയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക.